വാട്സ്ആപ്പ് ഗൈസ്, ഇന്ന് നമുക്കൊരു ഫുഡ് വ്ലോഗ് ആയാലോ? അപ്പൊ ലെറ്റ്സ് ഗോ, കം ഓൺ. ഇന്ന് നമ്മൾ പോണത് ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യാനാണ് കേട്ടോ. മെഡോരി എന്ന് പറയുന്ന ഒരു കടയിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇവരെ രണ്ടുപേരെ നമുക്ക് ഗ്രോസറി കടയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് കേട്ടോ. ഇവർ ഇതുവരെ ഈ ഒരു ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെയും കൂട്ടി. ഫുഡ് എന്ന് കേട്ടാ ഏത് ഉറക്കത്തിൽ നിന്ന് ഡ്രാഗൺ എണീച്ച് വരും. അതാ മുഖത്തും കാണാനുണ്ടല്ലോ. ഞങ്ങൾ ചോദിച്ചപ്പം കുളിച്ചിട്ട് ഇറങ്ങിയുള്ളൂ എന്നൊരു ഒറ്റ തള്ള. ഇയാളിതെന്താ അവിടെ കിടന്ന് മെഴുകുന്നത്? എടോ, കസേര വലിച്ചാലേ ഇരിക്കാൻ പറ്റുള്ളൂ. കുട്ടി പട്ടണത്തിൽ ആദ്യമാണ് എന്ന് തോന്നണു. ഇനിയാണ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അങ്ങനെ ആ റെസ്റ്റോറന്റിലെ മെനു മൊത്തം വായിച്ചു പഠിച്ചു നമ്മള്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ടാക്കോയാക്കിയും ചിക്കൻ ഗയോസയും ആണ്. ഈ ടാക്കോയാക്കിയുടെ ബേസ് വന്നിട്ട് ഒക്ടോപ്പസും ചീസും ബാറ്ററും അങ്ങനെ എന്തോ ആയിരുന്നു. ഈ ചിക്കൻ ഗയോസ വാസ് ടു ഗുഡ്. ജാപ്പനീസ് ഫേമസ് കാർബണേറ്റഡ് ഡ്രിങ്ക് ആയ റമൂനെ ട്രൈ ചെയ്തു. ഇതൊരു 7-Upന്റെ ഒക്കെ ടേസ്റ്റ്. ഈ കാണുന്ന ബൗൾ ഒരു ഹൗസ് സ്പെഷ്യൽ റാമൻ ആണ്. ഇതിന്റെ ബ്രോത്ത് വന്നിട്ട് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ക്രേവിങ്സ് ആവട്ടെ കുറച്ച് എരിവുള്ളത് എന്തെങ്കിലും കഴിക്കാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റെഡ് സ്പൈസി എന്ന് പറഞ്ഞൊരു റാമൻ ട്രൈ ചെയ്തു. കാണുന്ന പോലെ ഭയങ്കര സ്പൈസി ഒന്നും അല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഇത് മറ്റൊരു റാമൻ ആണ്, സ്പൈസി ടാൻ. കാണാൻ എന്റെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും ഫ്ലേവർ വ്യത്യാസം ഉണ്ടായിരുന്നു. റാമൻ മാത്രമല്ല, ഈ ഒരു ചിക്കൻ റൈസ് ബോളും ട്രൈ ചെയ്തു. ഇതും ഓക്കെ ആയിരുന്നു. ഇനിയാണ് ഏറ്റവും കോമഡി. ഈ ചോപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നൂഡിൽസ് ഒക്കെ കഴിക്കാനായിട്ട്. കണ്ടില്ല, ഞാൻ 1, 2, 3 കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സ്പൂണും ഫോർക്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഈ ഒരു ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു കൗതുകം ഉണ്ടല്ലോ. ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് കുറച്ചു നേരം ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്ത് കഴിച്ചു കേട്ടോ. പക്ഷെ ആക്ച്വലി ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനായിട്ട്. കാരണം നമ്മൾ ഈ കൈ കൊണ്ട് കുഴച്ച് തിന്നുന്നവർക്ക് സ്പൂണ് പോലും വെച്ച് കഴിക്കാൻ പരിചയമില്ല. പിന്നെയാണല്ലേ ചോപ്സ്റ്റിക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും നല്ല മധുരം തിന്നാൻ എന്തോ ഒരു ക്രേവിങ്. അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ഡി സ്പോട്ടിലേക്ക് വിട്ടു. എന്റെ മോനെ ഇവിടെ ഒരു യുദ്ധക്കളായിരുന്നു. ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ ഓഡിയോ ഞാൻ കേൾപ്പിക്കാട്ടോ. റോഡ് പണിക്ക് ടാപ്പായൊക്കെ സൈഡിൽ നീക്കുന്നത് അവനൊരു തമാശ കൊണ്ട് അവൻ കഴിക്കുന്നത് തിരിച്ച് എവിടെ നിന്നോ മെഴുകോ സാധനം. ഇത് നമ്മുടെ ഈ ദുബായ് ചോക്ലേറ്റ് ഒരു കുനാഫ ഇൻസ്പയർഡ് ഒരു മിൽക്ക് കേക്ക് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പം മറ്റിടത്തുനിന്ന് റാമനും ഇവിടുന്ന് ഡെസേർട്ടും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടോ. എല്ലാവരും ഫുഡ് കോമയിലേക്ക് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ജോലിയുണ്ട്. സോ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി. അപ്പോൾ നമ്മുടെ റോഡിലെയും ഡ്രൈവേയിലെയും ഒക്കെ സ്നോ ഒരു മല പോലെ ആക്കിയിട്ടേക്കുന്നുണ്ടോ. ഇതൊന്നും ഒരു മലയല്ല കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലും വലിയ വലിയ മലകൾ ഇങ്ങനെ കുന്നു കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.